പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മദ്യപിച്ചത്തെ വിനീതിനെ ചോദ്യം ചെയ്യേണ്ടെന്ന് ശാരദയോട് പറയുക രാധമ്മ. തന്റെ മാധവേട്ടനും മദ്യപിക്കുമായിരുന്നുവെന്നും മാധവേട്ടന്റെ കുടുംബത്തിൽ നിന്നോ എന്റെ കുടുംബത്തിൽ നിന്നോ ആരെങ്കിലും ചോദിക്കാൻ വന്ന ആദ്യം മുടക്കുന്നത് താനായിരിക്കുമെന്നും അതൊക്കെ പരസ്പര ധാരണയിലും സ്നേഹത്തിലും പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളാണെന്നും പുറത്തുനിന്ന് അതിൽ ആരും ഇടപെടില്ലെന്നും രാധമ്മ ശാരദയോടായി പറയുമ്പോഴേക്കും എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന ഗംഗയും അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവൾ പോണത് കണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞോടി എന്ന് രാധമ്മ ചോദിക്കെ എവിടുന്ന്? ഒരക്ഷരം മിണ്ടിയില്ലെന്ന് ശാരദയും. വിനീതിനോടും അങ്ങനെയാണോ എന്ന് രാധമ്മ ടെൻഷനോടെ ചോദിക്കെ അറിയില്ലമ്മ, പക്ഷേ ഇക്കണക്കിനാണെങ്കിൽ അവൾ വിനീതിനെ മുട്ടയെ നിർത്തി ഏത്തമിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാരദ പറഞ്ഞു തീർന്നതും റൂമിൽ വിനീതിനെ കൊണ്ട് ഏത്തമിടിക്കുന്ന നിളയെയാണ് കാണിക്കുന്നത്. 100 തവണ ഏത്തമിട്ട് കഴിയുമ്പോഴേക്കും 100 പോരെ, പാവമല്ലേ വിനീതേട്ടൻ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അത്ര പാവമൊന്നുമല്ല, ശരി ഇനി ഒരു 200 വരെ പോട്ടെ എന്ന് നിളയും. അയ്യോ 200 വിനീതേട്ടനും മടുത്തു മോളെ എന്ന് വിനീത് പറയെ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുടിക്കാൻ പോയതുകൊണ്ടല്ലേ എന്ന് നിള ചോദിക്കുമ്പോഴാണ് ഗംഗ വന്ന് ആ റൂമിന്റെ ഡോർ തുറക്കുന്നത്. അവരുടെ ആ സംസാരം കണ്ട് ഗംഗ അവിടെ തന്നെ നിന്ന് ശ്രദ്ധിക്കുകയാ. വിനീതേട്ടൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു അബദ്ധം പറ്റിയതാണെന്ന് എന്ന് വിനീത് ടെൻഷനോടെ പറയെ. അബദ്ധം പറ്റാതിരിക്കാനേ അവരോടൊന്നും കൂട്ടുകൂടാണ്ടിരുന്നാ പോരെ എന്ന് നിളയും. നിവിൻ അങ്കിളിന്റെ അടുത്ത് വെച്ച് മദ്യം വിനീതേട്ടൻ മാറിക്കുടിച്ചു. നിവിനങ്കിളുമായിട്ട് എങ്ങനെയാ കൂട്ടുകൊണ്ടാണ്ടിരിക്കുന്നത് എന്നവൻ വിഷമത്തോടെ ചോദിക്കെ അതും ശ്രദ്ധിച്ച് ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽപ്പാ ഗംഗയും. നിവിനങ്കിള് നമുക്ക് എത്ര സഹായം ചെയ്ത ആളാ എന്ന് വിനീത് പറയെ. നിവിനേട്ടനെ ഇന്നലെ കണക്കിന് കിട്ടി എന്ന് നിലയും പറയുന്നുണ്ട്. ഇന്നലെയോ എവിടുന്ന് എന്ന് വിനീത് അമ്പരപ്പോടെ ചോദിക്കെ. നിവിനേട്ടനല്ലേ വിനീതേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കാവേരി ചേച്ചി കണക്കിന് കൊടുത്തു എന്ന് നില പറയുന്നത് കേൾക്കെ ദേഹോപദ്രവം വന്നു എന്ന് വിനീത് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, പക്ഷേ ചേട്ടൻ ഇനി ഈ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല എന്ന് നില പറയേ. പിന്നെ നിവിനേട്ടനെ വിനീതേട്ടൻ പറഞ്ഞു നന്നാക്കിക്കോളാം, കൂട്ടത്തിൽ വിനീതേട്ടനും നന്നായിക്കോളാം എന്ന് വിനീത് പറയുന്നുണ്ടെങ്കിലും വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ എന്ന് നില ചോദിക്കുന്നുണ്ട്. സലീമിക്ക, ബേബി ചേട്ടൻ എന്നവൻ പറയെ. എല്ലാം കള്ളുകുടിയന്മാരാണല്ലോ, എല്ലാരും എനിക്കൊന്ന് കാണണം എന്നവൾ പറയെ. കാണാമെന്ന് വിനീതും. ഇനി കുടിക്കില്ലെന്ന് ഉറപ്പാണോ എന്ന് നിള ചോദിക്കേ. അവളുടെ കയ്യിൽ തൊട്ടുകൊണ്ട് ഉറപ്പ് എന്ന് വിനീത് പറയുക. എന്നാ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുന്ന നിളയും. അതുകൾക്ക് വിനീതും അവളുടെ തലയിൽ കൈവച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിളമോളാണ് സത്യം, ഞാൻ ഇനി മദ്യം കൈകൊണ്ട് തൊടില്ല എന്ന് പറയേ. നിള അവനെ തന്നെ നോക്കി നിൽപ്പാ. അതുകൊണ്ട് വിനീതും എന്തു പറ്റി, സത്യം ചെയ്തല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കള്ളസത്യമല്ലേ, വിനീതേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് നിളമോളാണെന്നല്ലേ പറഞ്ഞത്, വിനീതേട്ടൻ ഏറ്റവും സ്നേഹിക്കുന്നത് ഗംഗേജിയല്ലേ എന്നവൾ ചോദിക്കുന്നത് കേൾക്കേ ഡോറും ചാരി അത് ശ്രദ്ധിച്ചു നിൽപ്പായിരുന്ന ഗംഗയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിയുകയാ. അയ്യോ മോളെ അത് എന്ന് വിനീത് ഒരു പതർച്ചയോടെ പറയേ. എന്നാ സത്യം ചെയ്യേ എന്ന് നിളയും. അവൻ നിളയുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്യുമ്പോഴേക്കും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ അവിടുന്ന് പോവുകയാ ഗംഗയും. പിന്നീട് ജയബാലൻ തോട്ടത്തിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് വഴിയിൽ മൊബൈലിൽ സംസാരിച്ചു നിൽക്കുന്ന നിവിനെ കാണുന്നത്. ജയബാലൻ അവനെ കണ്ട് വണ്ടി നിർത്തുമ്പോഴേക്കും അങ്കിളോ എന്ന് വിനീതും ചോദിക്കുകയാ. നീ എന്താ ഇവിടെ എന്ന് ജയബാലൻ ചോദിക്കേ. ഒരാളെ കാണാൻ വന്നതാ അങ്കിളെ എന്ന് നിവിനും. ആരെ എന്ന് ജയബാലൻ ചോദിക്കേ. അങ്കിളിന് അറിയില്ല, പറഞ്ഞ ചിലപ്പോ അറിയുമിടാ എന്ന് ജയബാലനും. കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആളാ അങ്കിളെ. ആട്ടെ അങ്കിൾ എന്താ ഇവിടെ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ജയബാലനും ഒരു ചിരിയോടെ കൊള്ളാം, നല്ല ചോദ്യം. എടാ പുഷ്പവാടിയിൽ എല്ലായിടത്തും നമുക്ക് വേണ്ടപ്പെട്ടവരാടാ ഉള്ളത്, എല്ലായിടത്തും സ്ഥലവുമുണ്ട്. ആട്ടെ നീ കൂടി വരുന്നുണ്ടോ എന്ന് ജയബാലൻ ചോദിക്കേ. എവിടെയാ അങ്കിളെ എന്ന് നിവിനും. അതൊക്കെ നീ നേരിട്ട് കണ്ടോടാ, നീ കാണേണ്ട സ്ഥലം തന്നെയാ എന്ന് ജയബാലൻ പറയേ. ശരിയെന്ന് സമ്മതിക്കുക നിവിനും. എന്നവാ വണ്ടി ഇവിടെ കിടക്കട്ടെ കേട്ടോ, നമ്മൾ തിരിച്ച് ഇതുവഴി തന്നെയാ വരുന്നത്, വാ കയറെന്ന് പറഞ്ഞ് നിവിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ ജയബാലൻ. പിന്നീട് ജയബാലൻ അവനെയും കൊണ്ട് അരവിന്ദന്റെ തോട്ടത്തിലെത്തുകയാ. അവിടെ വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴേക്കും ഇവിടെ എന്താ അങ്കിളെ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ഈ തോട്ടം കാണിക്കാനാടാ നിന്നെ കൊണ്ടുവന്നത് എന്ന് ജയബാലൻ പറയേ. ഇത് ആരുടെ തോട്ടം ആങ്കിളെ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. കൊള്ളാം, എടാ സ്വന്തം തോട്ടം കണ്ടിട്ട് ഉടമസ്ഥന് മനസ്സിലായില്ലേ? എടാ ഇനി ഈ തോട്ടത്തിന്റെ ഉടമ നീയാ, 5 ഏക്കറുണ്ട് മതിയോ എന്ന് ജയബാലൻ ചോദിക്കേ. എനിക്ക് മനസ്സിലായില്ല എന്ന് നിവിനും. എടാ ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച തോട്ടമായത്, ഇത് ഞാൻ എന്റെ മകൾ രാഗിണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക്, അതായത് നിനക്ക് വിവാഹ സമ്മാനമായി തരാൻ പോകുന്നതാ എന്ന് ജയബാലൻ പറയുന്നത് കേൾക്കെ. 5 ഏക്കർ എന്ന് പറയുമ്പോ കുറെ പണം മുടക്കി കാണുമല്ലോ അങ്കിളെ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. എടാ ലക്ഷങ്ങളൊന്നുമല്ല, കോടികളാ. ഇന്നത്തെ ഏത് പോർഷ് കാറിനേക്കാളും വില മതിക്കുന്ന വിവാഹ സമ്മാനമാ. കാറിനിപ്പോ കാലപ്പഴക്കം കൊണ്ട് വില കുറയുകയാണെങ്കിലേ ഭൂമിക്ക് കൂടിക്കൊണ്ടിരിക്കുവേ എന്ന് ജയബാലൻ പറയേ. അങ്കിൾ ഈ ഭൂമി ഈടെ വാങ്ങിച്ചു എന്നല്ലേ പറഞ്ഞത്,
ഈ ഇടയല്ലേ അരവിന്ദൻ അങ്കിളിന്റെ വീട് ജപ്തി ചെയ്തത്? അന്ന് അങ്കിള് പറഞ്ഞത് കയ്യിൽ പണമുണ്ടെങ്കിൽ സഹായിക്കാമെന്നായിരുന്നു. അങ്കിളിന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പുഷ്പം പോലെ സഹായിക്കായിരുന്നല്ലോ എന്ന് നിവിനും സംശയത്തോടെ ചോദിക്കുകയാ. എടാ, ഞാനപ്പോ ഓർമ്മിച്ചതേ എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് മാത്രമാ. എടാ, നീ എന്താടാ ഇങ്ങനെ? നമ്മുടെ കുടുംബകാര്യം പറയുമ്പോ നീ എന്തിനാടാ അരവിന്ദന്റെ കുടുംബത്തിലോട്ട് പോകുന്നേ എന്ന് ജയപാലൻ ചോദിക്കേ, മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് നിവിൻ. ഡേ, മനസാക്ഷിക്ക് ശരിയല്ലാത്തതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അതെ, കുറച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുകയും ചെയ്യും. എടാ, രാഗിണിയെ നീ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ശാഠ്യം പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. എടാ, നമ്മുടെ കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരാളാവുമ്പോഴേ എന്നെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പിന്നെ നിനക്ക് നടക്കാൻ മടിയൊന്നുമില്ലെങ്കിൽ എന്റെ കൂടെ വാ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പൂജ നടക്കുന്ന ആദിവാസി ക്ഷേത്രമാ നമ്മുടെ തോട്ടത്തിന്റെ അതിരെ. അല്ല, നിനക്ക് കാണാൻ കൗതുകം ഉണ്ടാവും അല്ലേ എന്ന് ജയപാലൻ ചോദിക്കേ. ഞാൻ വന്നോളാം മംഗളെ. അർജന്റായേ, എനിക്ക് 1-2 ഫോൺ കോൾ ചെയ്യാനുണ്ടെന്ന് നിവിനും. പിന്നെ അങ്ങോട്ട് സിഗ്നൽ കിട്ടത്തില്ല, നീ അങ്ങോട്ട് വന്നാ മതി കേട്ടോ. ശരിയെന്ന് പറഞ്ഞ് ജയപാലൻ തോട്ടത്തിലേക്ക് നടന്നു നീങ്ങുകയാ. അയാൾ പോകുന്നതോങ്കി സംശയത്തോടെ നിന്ന് നിവിനും മനസ്സിൽ പറയുന്നുണ്ട്, കുറിഞ്ഞിക്കാട്ട് 5 ഏക്കർ ഭൂമി, ആദിവാസി ക്ഷേത്രം അതിര്, ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് സംശയത്തോടെ ആലോചിച്ച്, ഇത് അരവിന്ദങ്ങള് വാങ്ങിച്ചു എന്ന് കാവേരി പറഞ്ഞ ഭൂമിയല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞ് പെട്ടെന്ന് തന്റെ മൊബൈൽ എടുത്ത് കാവേരി വിളിക്കാൻ തുടങ്ങി നടന്നു നീങ്ങുകയായിരുന്ന ജയപാലനും അവനെ തന്നെ നോക്കി നിൽപ്പാം. അവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന കാവേരിയും നിവിന്റെ കോൾ കണ്ട് ഇയാൾ എന്തിനെ വിളിക്കുന്നേ? ഓ, ഇന്നലത്തെ സംഭവത്തിന് വിശദീകരണം തരാനായിരിക്കും. അങ്ങനെ ഇപ്പൊ വിശദീകരണം തന്ന് നല്ല പിള്ളയാവണ്ട എന്ന് പറഞ്ഞ അവൾ ആ കോൾ കട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നിവിനും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും അവന്റെ തോളത്ത് കൈവച്ച്, എടാ നീ ആരെടാ വിളിക്കുന്നേ എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിനെയാ എന്ന് നിവിൻ പറയേ. ഏത് ഫ്രണ്ട്? വിനീതോ എന്ന് ജയപാലൻ. ഏയ്, ഇത് വേറെയാ, കോളേജിൽ ഒപ്പം പഠിച്ചതാ എന്ന് നിവിൻ പറയേ. എടാ മക്കളെ, ഇനി ഈ പഴയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വിട്ടേരെ. ഇനി നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും മൊത്ത ബന്ധങ്ങളൊക്കെ മതി. പ്ലാന്റർമാര്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാര്, ഷെയർ മാർക്കറ്റ് ഏജൻസികള്, അങ്ങനെ നീ പുറത്തുനിന്ന് മാത്രം കണ്ടൊരു ലോകമുണ്ട്. എടാ, പണം പോകുന്നതും വരുന്നതുമൊക്കെ അവിടെ ചൂതാട്ടം പോലെ ഒരു ലഹരിയാടാ. രാഗിണി ബാംഗ്ലൂരിൽ നിന്ന് വന്നാലുടനെ നിങ്ങൾ രണ്ടുപേരും എന്റെ ഇടതും വലതുമായിട്ട് വേണം കേട്ടോ എന്ന് പറഞ്ഞ് ജയപാലൻ വീണ്ടും പോവാൻ തുടങ്ങി. ഇവിടെ തന്നെ നിൽക്കായിരുന്ന നിവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എടാ, കാണാനും പറയാനും ഒക്കെ ഒരുപാടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒരുപാട് കാഴ്ചകളുണ്ട് എന്ന് പറഞ്ഞ് അവനെയും ചേർത്ത് പിടിച്ച് നടന്നു നീങ്ങുകയാ. അവിടെ തന്റെ തയ്യൽക്കടയിൽ തയ്ക്കാൻ കഴിയാതെ തലവേദനയായിട്ടിരിപ്പാ വിനീത്. അത് കണ്ട് സലീമിക്കയും, എന്താടാ തലവേദന ഇതുവരെ മാറിയില്ലേ? പോയി വല്ല ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്ക് എന്ന് പറയുകയാ. വിശപ്പില്ല സലീമിക്ക എന്ന് വിനീത് പറയേ. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാ. തലവേദന, ഛർദി, വിശപ്പില്ലായ്മ, മനം പുരട്ട്, ഇതൊക്കെ ശീലിച്ചാലേ നിനക്ക് നല്ലൊരു കുടിയനാവാൻ പറ്റൂ എന്ന് സലീമിക്ക പറയേ. എന്റെ പൊന്നു സലീമിക്ക, ഇനി ഈ ജന്മത്തിലില്ല എന്ന് വിനീത്. എന്നാ നിനക്ക് കൊള്ളാം, പെണ്ണും പിടക്കോഴിയും ഇല്ലാത്തവരെ തുള്ളാൻ നിൽക്കുന്നത് കണ്ട്. തുള്ളാതെ നിന്നാ നിനക്ക് കൊള്ളാം, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് സലീമിക്ക പറയാ. സലീമിക്ക, ഞാൻ ടാബ്ലറ്റ് ഒന്ന് തപ്പട്ടെ എന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. ഞാൻ നോക്കണോ എന്ന് സലീമിക്ക ചോദിക്കേ. വേണ്ട വേണ്ട, കുറച്ച് കാറ്റൊന്ന് കൊള്ളട്ടെ എന്ന് പറഞ്ഞ് വിനീത് തയ്യൽ കടയിൽ നിന്ന് ഇറങ്ങി പോവുകയാ. ആകെ ഒരു ഗ്ലാസ് മദ്യമല്ലേ കഴിച്ചുള്ളൂ, ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരി ഭാരം എന്നല്ലേ എന്ന് പറഞ്ഞ് തയ്ച്ചുകൊണ്ടിരിപ്പാ സലീമിക്കയും. അവൻ താഴോട്ടിറങ്ങി വരുമ്പോഴാണ് നിവിൻ തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അവനെ കണ്ട് തിരിഞ്ഞ് വിനീത് പോവാൻ തുടങ്ങുന്നേരം നിളയുടെ തലയിൽ കൈവച്ചു ചെയ്ത സത്യത്തെക്കുറിച്ച് ഓർക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിളമോളാണ് സത്യം, ഞാൻ ഇനി മദ്യം കൈകൊണ്ട് തൊടില്ല എന്നവൻ പറഞ്ഞതോർക്കുമ്പോഴേക്കും ബ്രോ എന്ന് വിളിച്ച് നിവിനും അങ്ങോട്ടെത്തിയിരുന്നു. വിനീതും ഹായ് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കേ. ബ്രോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായെന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. എന്ത് കാര്യം എന്ന് സംശയത്തോടെ വിനീത് ചോദിക്കേ. എന്താന്നോ? എന്റെ ബ്രോ, സ്വന്തം കാര്യം നടന്നപ്പോ നീ എല്ലാം മറന്നു കളഞ്ഞോ എന്ന് നിവിൻ ചോദിക്കേ. എന്താ നിവിനെ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിനീതും. എടാ, ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ എന്ന് നിവിൻ ചോദിക്കേ. ഇന്നലെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു, അതിലേതാ എന്ന് വിനീതും. എടാ, ഇന്നലെ സ്നേഹതീരത്തേക്ക് ഈ ബൈക്കിൽ നമ്മൾ പോയത് ഓർമ്മയുണ്ടോ എന്ന് നിവിൻ ചോദിക്കേ. ഓർമ്മയുണ്ട് എന്ന് വിനീതും. അതിന്റെ ഇടയ്ക്ക് ബൈക്ക് നിർത്തി നമ്മൾ ഒരു കാര്യം സംസാരിച്ചു എന്ന് നിവിൻ ഓർമ്മിപ്പിക്കേ. ആ, കാവേരിയുടെ കാര്യം എന്ന് ഓർത്തെടുത്ത് പറയുകയാ വിനീതും. ആ, അത് തന്നെ, അതെന്തായിന്നാ ഞാൻ ചോദിച്ചേ എന്ന് നിവിൻ പറയും. അതെനിക്കിപ്പം അത്ര ഓർമ്മയില്ല നിവിനെ, പക്ഷേ രാവിലെ മറ്റുള്ളവർ പറഞ്ഞ കാവേരിയോട് ഞാൻ സംസാരിച്ച കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വിനീത് പറയേ. ബ്രോ, ശരിക്കും നീ കാവേരിയോട് സംസാരിച്ചോ എന്ന് സന്തോഷത്തോടെ നിവിനും ചോദിക്കുന്നുണ്ട്. അളിയ, അപ്പൊ നീയും ഉണ്ടായിരുന്നെന്നാണല്ലോ അവരെല്ലാരും പറഞ്ഞത്, നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് വിനീതും ചോദിക്കുകയാ. ഞാൻ ഉണ്ടായിരുന്നെന്നോ എന്ന് നിവിൻ ചോദിക്കേ. അതെ, മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണെന്ന് വിനീതും. തലേ ദിവസം രാത്രി വിനീത് കാവേരിയെ തെറി വിളിച്ച കാര്യമോർത്ത് ആലോചനയോടെ നിൽപ്പാൻ നിവിനും. എടാ, ആ കാര്യമാണോ നീ കാവേരിയോട് സംസാരിച്ചെന്ന് പറഞ്ഞേ എന്ന് നിവിൻ ചോദിക്കേ. അതെ, പിന്നെ വേറെന്ത് കാര്യം എന്ന് വിനീതും. ഓ, വേറൊന്നുമില്ല എന്ന് നിവിനും ദേഷ്യത്തോടെ പറയുകയാ. എന്താടാ എന്ന് വിനീത് ചോദിക്കേ. നിവിൻ വിനീതിനോട് കാവേരിയെ തനിക്ക് ഇഷ്ടമാണെന്ന് തുറഞ്ഞു പറഞ്ഞ ആ കാര്യം ഓർത്തെടുക്കുക. ടെൻഷനോടെ അവൻ അതും ആലോചിച്ച് നിൽക്കേ. ഡാ, എന്താടാ
ഡാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, നമുക്കിടയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് വിനീത് ചോദിക്കേ. ബ്രോ, എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു, അത് നടത്തി തരാന്ന് നീ എനിക്ക് വാക്ക് തരികയും ചെയ്തു എന്നിവൻ പറയേ. അതാണോ, നിനക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിനീത് അത് സാധിച്ചു തന്നിരിക്കും എന്ന് വിനീതും ഉറപ്പിച്ചു പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിവിനും ഉറപ്പാണോ എന്ന് ചോദിക്കെ. ഉറപ്പാണോന്നോ, ഈ വിനീത് നൽകിയ വാക്ക നടത്തി തന്നിരിക്കും എന്ന് വിനീതും ഉറപ്പിച്ചു പറയുന്നു. എന്റെ പൊന്നു ബ്രോ, ഇപ്പോഴേ എനിക്ക് സമാധാനമായത് എന്ന് സന്തോഷത്തോടെ പറയുക നിവിനും. ഞാനില്ലേ അളിയ എന്ന് വിനീത് ചോദിക്കേ. അപ്പോ ബ്രോ ആ കുട്ടിയോടൊന്ന് സംസാരിക്കോ, ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്നറിയാനാ, ബ്രോക്കാവുമ്പോ എളുപ്പമാവുമല്ലോ എന്ന് നിവിൻ ചോദിക്കേ. അതൊക്കെ ഞാൻ ഏറ്റളിയ എന്ന് വിനീതും. ഇന്ന് തന്നെ ഒരു മറുപടി അറിയാൻ പറ്റുമോ, എന്റെ ഒരു ആങ്സൈറ്റി കൊണ്ടാ എന്ന് നിവിൻ ചോദിക്കേ. സംശയം എന്താ എന്ന് വിനീത് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ നിവിൻ തന്റെ ബൈക്കിൽ കയറി പോവാൻ തുടങ്ങുമ്പോഴേക്കും വിനീത് അങ്ങോട്ട് ചെന്ന് അളിയ ഒരു മിനിറ്റ്, അളിയ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നത് കേൾക്കെ ദേഷ്യത്തോടെ പോടാ തെണ്ടി എന്ന് വിളിച്ച് നിവിൻ തന്റെ ബൈക്ക് എടുത്ത് പോവുകയാ. പിന്നീട് രാത്രിയായിട്ടും വീട്ടിൽ പോവാതെ ഇരിക്കുന്ന വിനീതിനോടായി, വിനീതെ വീട്ടിൽ പോകണ്ടേ, സമയം കുറെയായി എന്ന് സലീമിക്ക പറയുന്നുണ്ട്. ജോലി ഇനിയും തീരാനുണ്ട് സലീമിക്ക എന്ന് വിനീത് പറയേ. എന്നിട്ടാണ് നീ 2 മണിക്കൂറായി കൂമനെ പോലെ വടക്കോട്ട് നോക്കി ഇരിക്കുന്നത്. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി വിനീതെ, വീട്ടിൽ ചെന്ന് കയറാനുള്ള വൈക്ലഭ്യം ശരിയല്ലേ എന്ന് സലീമിക്ക ചോദിക്കെ. ഒരു ചമ്മലോടെ ഇപ്പ വിനീതും. നീ ചമ്മണ്ട, ഈ പ്രശ്നം പലതവണ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാ ഞാൻ. ബേബിച്ചേട്ടൻ ഇന്നലെ പറഞ്ഞത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിച്ചു തരുമെന്നല്ലേ. കുടുംബത്തിലെ പ്രശ്നമൊന്നും അങ്ങനെ പുറത്തുനിന്ന് ആർക്കും പരിഹരിക്കാൻ പറ്റില്ലടാ. അയാളുടെ പൊടി പോലും ഇല്ല ഇന്ന് കണ്ടുപിടിക്കാൻ. പുഷ്പവാടി തന്നെ വിട്ടെന്നാ കേട്ടത് എന്ന് സലീമിക്ക പറയേ. സലീമിക്ക എന്താ പറഞ്ഞു വരുന്നത് എന്ന് വിനീതും ചോദിക്കുക. എടാ, വീട്ടിലുള്ള മറ്റാരെയും നീ പരിഗണിക്കണ്ട, നീ നിന്റെ ഭാര്യയെ മാത്രം നോക്കിയാ മതി. നീ കുറച്ച് ഹൽവയും മുല്ലപ്പൂവും ഒക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടു. നീ ഭാര്യയോടൊപ്പം ഉറങ്ങി എണീക്കുമ്പോ തീരാത്ത ഒരു പ്രശ്നവുമില്ല, ഹൽവയിലും മുല്ലപ്പൂവിലും വീഴാത്ത ഒരു ഭാര്യയും ഇല്ലടാ. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നത് എന്ന് സലീമിക്ക പറയേ. എന്റെ പൊന്നു സലീമിക്ക, പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് മുടിയിൽ മുല്ലപ്പൂവും ചൂടിക്കൊടുത്ത് പ്രീതി പിടിച്ചു പറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, ഞാനേ ഒരു പുരുഷനാ എന്ന് വിനീതും. സലീമിക്കയും അവന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന്, എന്നാലേ പുരുഷൻ അന്തസ്സും അഭിമാനവും കക്ഷത്തിൽ വെച്ച് ഈ ഷട്ടറിന്റെ അടിയിൽ ചുരുണ്ടു കൂടി കിടന്നുറങ്ങ, എനിക്ക് വീടും കൂടിയുള്ളതാ, ഞാൻ പോണെന്ന് പറഞ്ഞ് സലീമിക്ക അവിടുന്ന് പോവുകയാണ്. സാലിമിക്ക പോകുന്നത് നോക്കി വാച്ചിലേക്ക് നോക്കി എഴുന്നേൽക്കുന്ന വിനീതും, അയ്യോ സമയം 9:30 എന്റെ ഹൽവ എന്ന് പറഞ്ഞ് വെപ്രാളത്തോടെ കടയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പിന്നീട് അവൻ ഒരു പൂക്കടയുടെ മുന്നിൽ ചെന്ന് വണ്ടി നിർത്തി ഇറങ്ങി. ചേട്ടാ, ഒരു മുല്ലപ്പൂ വേണമായിരുന്നു, അത്യാവശ്യമായിരുന്നു എന്ന് പറയേ. മുല്ലപ്പൂ കൊണ്ടെന്താ അത്യാവശ്യം എന്ന് കടക്കാരനും ചോദിക്കുക. അത് എന്ന് പറഞ്ഞൊരു ചിരിയോടെ അവൻ നിൽക്കെ, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ കുറച്ച് പൂവെടുത്ത് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാം എന്ന് പറയേ. മതി ചേട്ടാ, ധാരാളം എന്ന് സന്തോഷത്തോടെ വിനീതും. അങ്ങനെ അയാൾ താൻ എടുത്തു വെച്ച മുല്ലപ്പൂ എടുത്ത് പൊതിഞ്ഞുകൊണ്ട് വീടിനടുത്തുള്ള പതിവാർക്ക് കൊടുക്കാനായി എടുത്തു വെച്ച മുല്ലപ്പൂവാ, അവർക്കിനി വേറെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ മുല്ലപ്പൂ പൊതിഞ്ഞു കെട്ടി കൊടുക്കുകയാ. ഓക്കെ ചേട്ടാ, സന്തോഷം എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത്, ചേട്ടാ ഇവിടെ അടുത്ത് നല്ല ഹൽവ കിട്ടുന്ന കട ഏതാ എന്ന് വിനീത് ചോദിക്കേ. ആ വളവിനപ്പുറം ഉണ്ടല്ലോ, അതിപ്പോ അടയ്ക്കും, രാത്രി കുറെ ആയല്ലോ എന്നാ ചേട്ടൻ പറയേ. എന്നാ ശരി ചേട്ടാ, പിന്നെ കാണാമെന്ന് പറഞ്ഞ് വിനീത് പോവാൻ തുടങ്ങി. ബാലൻസ് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ കൊടുക്കുന്നുണ്ടെങ്കിലും ബാലൻസ് ഒക്കെ ചേട്ടൻ വെച്ചോ, ആദ്യം ഞാനൊന്ന് ബാലൻസ് ആവട്ടെ. ശരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോവുകയാ വിനീതും. അത് കണ്ട് കല്യാണം കഴിഞ്ഞ് ആ ചെറുക്കനും പെട്ടോ എന്ന് ആ കടക്കാരനും തനിയെ പറയുന്നുണ്ട്. പിന്നീട് ഹൽവ കിട്ടുന്ന കടയിൽ ചെന്ന് ഹൽവയും വാങ്ങിക്കുന്നുണ്ട് വിനീത്. അവിടെ റൂമിലെ കട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഗംഗയും നിളയും യമുനയും. ഗംഗേച്ചി, വിനീതേട്ടൻ എന്നും കുടിച്ചിട്ട് വരുമോ എന്ന് യമുന ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തതാ എന്ന് നിളയും പറയുക. അത് കേട്ട് യമുനയും പറയുന്നുണ്ട്, എങ്കിലേ നീ നിന്റെ തലയൊന്ന് സൂക്ഷിച്ചോ. അത് കേട്ട് തലയിൽ കൈവച്ച് തലയ്ക്കെന്താ കുഴപ്പം എന്ന് നിളയും. തലയിൽ കൈവച്ച് സത്യം ചെയ്ത സ്ഥിതിക്ക് നിനക്ക് ഇനി വിനീതേട്ടന്റെ മദ്യപാനം നിയന്ത്രിക്കാനാവൂ എന്ന് യമുന പറയേ. അതിന് വിനീതേട്ടൻ ഇനി കുടിക്കോ എന്ന് നിളയും. എങ്ങാനും കുടിച്ചാ അപ്പൊ നിനക്കൊരു തലവേദന വരും, അപ്പൊ നീ വിനീതേട്ടനെ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് പറയണം, എന്റെ പൊന്നു വിനീതേട്ട കഴിക്കില്ലേ എന്ന് യമുന പറഞ്ഞു നിർത്തുമ്പോഴേക്കും ശാരദ അങ്ങോട്ട് വന്ന്, വിനീതിന് വരെ വന്നില്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഗംഗയും ദേഷ്യത്തോടെ, ഇന്നും ഞാൻ അന്വേഷിച്ചു പോണോ, വഴി തെറ്റിപ്പോവാൻ LKG കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കേടി. ഞാൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു, അവൻ വന്നോ ഇല്ലയോ എന്ന് ചോദിച്ചേ ഉള്ളൂ. അതുകൊള്ളാം, ഒന്നും ചോദിക്കാനും പാടില്ലേ എന്ന് ചോദിച്ച് ശാരദ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കണ്ട് ചിരിയോടെ, അമ്മയ്ക്കേ തികഞ്ഞും തോന്നുന്നു എന്ന് യമുന പറയേ. ഇന്നത്തേക്കുള്ളതായി എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക ഗംഗയും. അവിടെ റിസോർട്ടിലെ തന്റെ റൂമിൽ അവര് അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് നടക്കുകയാ നിവിൻ. അച്ഛനൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാള് ഇന്നലെ സൗദിയിൽ നിന്ന് വന്നിരുന്നു. അച്ഛന്റെ കുറെ സാധനങ്ങള് അയാൾ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. ഒരുപക്ഷെ അച്ഛന് ഞങ്ങളെ പോലെ പ്രിയപ്പെട്ട സാധനങ്ങള്. ആ കൂട്ടത്തില് അച്ഛന്റെ ഒരു ഡയറിയും ഉണ്ടായിരുന്നു. അതിൽ അച്ഛൻ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും വായിച്ചപ്പോ മനസ്സിനാകെ ഒരു വിഷമം. അച്ഛനെ പറ്റി ഇനിയും പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടെത്താനുള്ളത് പോലെ എന്നവൾ പറഞ്ഞതും വിനീതെന്ന് തയ്യൽ കടയിൽ വെച്ച്
അരവിന്ദൻ അങ്കിളിനെ കുറിച്ച്. ഞാൻ ഇല്ലാണ്ടായാലും എന്റെ കുടുംബം കടക്കാരാവരുത്, അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനെ അധ്വാനിക്കുന്നെന്ന് അമ്മാവൻ എപ്പോഴും പറയുമായിരുന്നു എന്നവൻ പറഞ്ഞതും ഗംഗച്ചിയുടെ കല്യാണം മാത്രമല്ല അച്ഛനൊരു തോട്ടവും കൂടി വാങ്ങിയിട്ടുണ്ട് എന്ന് കാവേരി എന്ന് പറഞ്ഞതും ഓർക്കെ ടെൻഷനോടെ തന്റെ മൊബൈൽ എടുത്ത് ഒന്നുകൂടി വിളിച്ചു നോക്കാം. എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിവിൻ കാവേരിയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലെത്താൻ വൈകുന്ന വിനീതിനെയും കാത്ത് സീറ്റ് ഔട്ടിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. തോട്ടത്തിനെ കുറിച്ചുള്ള സംശയം നിവിൻ കാവേരിയോട് പറയുന്നതും തോട്ടത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും മുല്ലപ്പൂവും ഹൽവയും കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് രാധമ്മ വിനീതിനെ ഉപദേശിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.